ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ മമ്മൂട്ടി പരീക്ഷിച്ച് നോക്കാത്ത വേഷങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് അഭിനയത്തിലുള്ള ആർത്തി നമുക്ക് കാണാം. കാരണം ഓരോ സിനിമയിലും പുത്തനായിട്ടുള്ള ഏതെങ്കിലും വേഷങ്ങൾ ഇദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുവരെയും ചെയ്യാത്ത വേഷങ്ങൾ തേടിയാണ് ഇപ്പം കൊടുവമ്പൂറ്റി വരെ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ പോലീസ് കഥാപാത്രങ്ങൾ 10 എണ്ണം ചെയ്താലും 10 എണ്ണം വ്യത്യാസമായിരിക്കും. പട്ടാളമാണെങ്കിൽ 10 എണ്ണവും മമ്മൂട്ടിയുടെ 10ആയിട്ട് നമുക്ക് കാണാം. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് പുള്ളി അതിൻ്റെ ശബ്ദം കൊണ്ടും അതിൻ്റെ മാനറിസം കൊണ്ടും എല്ലാം മാറ്റുന്നത്. ഇപ്പോൾ കസബയിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനല്ല. അയാളുടെ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ സൗണ്ടിലും ബാക്കിയുള്ള എല്ലാത്തിലും നടത്തത്തിലും എല്ലാ മാറ്റങ്ങളുണ്ട്. എന്തായാലും സ്ട്രോങ് റൂമേഴ്സാണ് മമ്മൂട്ടി വക്കീലാകും. മമ്മൂട്ടി യഥാർത്ഥത്തിൽ വക്കീലാണ് എന്നുള്ളതാണ്. മമ്മൂട്ടി വക്കീലായ കുറേ സിനിമകളുണ്ട്. അഭിഭാഷകൻ്റെ കേസ് ഡയറി, നമ്മുടെ നരസിംഹത്തിനകത്തെ നന്ദഗോപാൽ മാരർ, അത് മാത്രം മതിയല്ലോ അളക്കാൻ. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. എന്തായാലും ശാന്തി മായാദേവി എന്ന് പറയുന്നത് നമ്മുടെ നേരിൻ്റെ ഒരു റൈറ്റർ അതിനകത്ത് ചെറുതായി റോളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദൃശ്യത്തിനകത്തുണ്ട്, ദൃശ്യം 2ലും 3ലും ഒക്കെ ഉണ്ട്. അന്നേരം ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയിൽ മമ്മൂട്ടിയാണ് നായകനാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഒരു മിസ്റ്ററി ത്രില്ലർ ആ രീതിയിൽ വരുന്നൊരു ത്രില്ലറാണെന്നാണ് പറയപ്പെടുന്നത്. സ്ട്രോങ് റൂമേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത വർഷം ഷൂട്ട് ചെയ്ത് അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം ലാസ്റ്റ് ഷൂട്ട് ചെയ്ത് അടുത്ത വർഷം റിലീസാകുന്ന സിനിമയായിരിക്കും. അന്നേരം മമ്മൂട്ടിയുടെ കൂടെ മറ്റൊരു സംവിധായക കൂടി വീണ്ടും അരങ്ങേറുകയാണ്. നേരത്തെ പുഴു എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ രത്തീന ഈ പറഞ്ഞ പോലെ സംവിധായകമായിട്ട് അരങ്ങേറി. ഇത് മറ്റൊരു സംവിധായകയുടെ അരങ്ങേറുകയാണ്. എന്തായാലും മോശം വരത്തില്ല. കാരണം മമ്മൂട്ടി അതുപോലെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ആ കഥാപാത്രങ്ങളൊക്കെ അതുപോലെ നല്ല ഗംഭീരമായിരിക്കാൻ ചാൻസും ഉണ്ട്. വക്കീലാണെങ്കിൽ മമ്മൂട്ടി തകർത്താടാൻ ചാൻസ് ഉള്ള വേഷമാണ്. എന്തായാലും കാത്തിരിക്കാം.